ധന്യ, ഈ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ, അതായത് ആണവ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കിർന കുന്നുകൾ അല്ലേ, അവിടെയാണ് അവരുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഇന്ത്യ സ്കെച്ച് ചെയ്തു, അല്ലെങ്കിൽ അതിലേക്ക് ആക്രമണം അല്ലെങ്കിൽ നിർവീര്യമാക്കുന്ന നടപടികളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരിയാണ് ബിനു, ഇതിപ്പോൾ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ പലരും പറയും ഇതൊക്കെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി അല്ലേ, അതൊക്കെ കഴിഞ്ഞില്ലേ. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ അതിപ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആണവ വികിരണം നടന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ, അത് നമുക്കറിയാം, നാഗസാക്കി ഹിരോഷിമയിലൊക്കെ അണുബോംബ് ഇട്ടതിന് ശേഷം പിന്നെ ആ രാജ്യത്തിന് ഇപ്പോഴും അതിന്റെ കെടുതികൾ ആ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് പാകിസ്ഥാൻ ഉണ്ടായാൽ പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്ന, പാകിസ്ഥാനിലെ ജനതയ്ക്കുണ്ടാവുന്ന അവസ്ഥ അത് പാകിസ്ഥാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ കാരണം ഇന്ത്യയെ അണുവായുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാനുമേൽ ഇന്ത്യ അണുവായുധം ഉപയോഗിച്ചോ എന്ന്, അണുവായുധമല്ല, ഇന്ത്യ അണുവായുധ കേന്ദ്രങ്ങളിൽ മിസൈൽ ഉപയോഗിച്ചോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷെ എങ്കിൽ പോലും പാകിസ്ഥാന്റെ അണുവായുധ കേന്ദ്രമായ കിർന ഹിൽസിൽ ചില പൊട്ടിത്തെറികൾ നടന്നു എന്ന് പറയുന്നുണ്ട്, അണുവികിരണം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ നാഡീവ്യൂഹമായ നൂർഖാൻ എയർബേസിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അവിടെ VVIPകൾ മാത്രം വന്നു പോകുന്ന എയർബേസ് ആണ്. പാകിസ്ഥാനിലെ VVIPകൾക്കും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള VVIPകൾക്കും മാത്രം വരാനുള്ള എയർബേസ്. അതിന്റെ അവസ്ഥയൊക്കെ കണ്ടാൽ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ 9 ഭീകര ക്യാമ്പുകൾ, ഏകദേശം 100-ലധികം ഭീകരരെ വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ത്യ മൊത്തത്തിൽ ഒരു അഴിഞ്ഞാട്ടം നടത്തി പാകിസ്ഥാനിൽ. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ ഈ നീക്കം ഇന്ത്യ നടത്തിയത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലും ഇനി തലപൊക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ പാകിസ്ഥാന്റെ തന്നെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അവരുടെ മീറ്റിംഗിൽ, മന്ത്രിമാരുടെ മീറ്റിംഗിൽ പറഞ്ഞത്, ഇന്ത്യയുമായി നമുക്കിനി മുട്ടി നിൽക്കാൻ കഴിയില്ല, ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇന്ത്യയുടെ ആയുധ ശേഖരണത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തുർക്കിയും ചൈനയും സഹായിച്ചെങ്കിലും ആ ഡ്രോണുകളെല്ലാം ഇന്ത്യ തകർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് വച്ച് കീഴടങ്ങാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ വച്ചേക്കില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പിന്നെ ഭൂപടത്തിൽ എപ്പോഴും അവശേഷിച്ച ഒരു രാജ്യമായി മാത്രം കാണേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം എന്ന് ഷെഹബാസ് ഷെരീഫ് പറയുന്ന ഒരു വീഡിയോ തന്നെ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അപ്പോ ഇന്ത്യയെ പാകിസ്ഥാൻ നന്നായി ഭയന്ന് കഴിഞ്ഞു. കാരണം ആദ്യം നയതന്ത്ര പ്രഹരം കൊടുത്തു, വാഗ അട്ടാരി അതിർത്തി അടച്ചുകൊണ്ട്, പിന്നെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ട് ഒക്കെ ഇന്ത്യ നയതന്ത്രപരമായ പ്രഹരം നൽകിയപ്പോഴും പാകിസ്ഥാൻ കരുതിയില്ല ഇന്ത്യ വലിയ രീതിയിൽ തിരിച്ചടി നൽകുമെന്നുള്ളത്. കാരണം പ്രകോപനം ആദ്യം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. ആ പ്രകോപനം ഉണ്ടാക്കിയ പാകിസ്ഥാൻ പിന്നീട് നമ്മുടെ മുന്നിൽ തൊഴുത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ തുർക്കിയും ചൈനയും പാകിസ്ഥാനെ സഹായിക്കാനായി രംഗത്ത് വന്നു. പക്ഷെ ചൈന അവസരത്തിനൊത്ത് കാലുമാറുന്ന ആൾ. ചൈനയ്ക്ക് നിൽക്കാനും അറിയാം, കക്കാനും അറിയാം, നിൽക്കാനും അറിയാം എന്നുള്ള ഒരവസ്ഥയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ചൈന പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടില്ല. പരോക്ഷമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ചൈന. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പാകിസ്ഥാനെ സഹായിച്ചാൽ സാമ്പത്തികമായി പാകിസ്ഥാനിൽ നിന്നൊന്നും ഒരു നേട്ടവും ചൈനയ്ക്ക് കിട്ടില്ല. ചൈന ഈ സാമ്പത്തികമാണല്ലോ നോക്കുന്ന അത്രയും. അപ്പോൾ പട്ടിണി കിടന്ന് ഭീകരരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ കിടക്കുന്ന പാകിസ്ഥാനെ ആയുധം കൊടുത്ത് സഹായിച്ചാൽ അവിടെ നിന്ന് സാമ്പത്തികം, ആയുധം കൊടുക്കുന്നതിന് പണം വാങ്ങണമല്ലോ, അതിനുള്ള നിവർത്തി പാകിസ്ഥാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചൈന പതുക്കെ പിന്മാറി. പക്ഷെ തുർക്കി അങ്ങനെയല്ല. തുർക്കി യൂറോപ്പിലെ തന്നെ ഒരു പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇപ്പോഴും പറയുന്നത്, പാകിസ്ഥാൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കൂ, ഇന്ത്യ ഇനി ഞങ്ങളോട് ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാലും ഞങ്ങൾക്ക് സാരമില്ല, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പമേ നിൽക്കൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ മാരകമായ ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് തുർക്കി ഇപ്പോഴും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ പണ്ട് മാലിദ്വീപ് ഇതുപോലൊരു നിലപാട് നമുക്കതിനെ സ്വീകരിച്ചു. അന്ന് ഇന്ത്യൻ സർക്കാർ പറഞ്ഞു, ഇനി മാലിദ്വീപിലേക്ക് ആരും ടൂറിസം നടത്തണ്ട, മാലിദ്വീപിലേക്ക് ഇന്ത്യക്കാരും വരുന്നില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. അവസാനം മാലിയുടെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാത്തു നിന്ന് കണ്ട് കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞ് പരിഹരിച്ചതിന് ശേഷമാണ് മാലിദ്വീപിന്
ഒരു ഉയർച്ച ഉണ്ടായത്. അതുപോലെയാണ് തുർക്കിയുടെ കാര്യം. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു വർഷത്തിൽ നിരവധി ആളുകളാണ് തുർക്കിയിലേക്ക്, കാരണം തുർക്കി കാണാൻ വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ തുർക്കി കാണാനായി ആളുകൾ പോകുന്നത്. അത് ഇനി വേണ്ട, തുർക്കിയുടെ വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പറക്കണ്ട, തുർക്കിയിലേക്ക് ഇനി ഇന്ത്യക്കാർ യാത്ര പോകണ്ട. കാരണം നമ്മുടെ ശത്രു രാജ്യത്തെ സഹായിച്ച ഒരു രാജ്യത്തോടൊപ്പം നിന്ന് ഒരു സഹകരണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇന്ത്യ പറയുന്നു. അപ്പോൾ തുർക്കിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. മാത്രമല്ല തുർക്കിയിൽ ഇപ്പോൾ അടുത്ത 2 ദിവസം മുൻപ് ഭൂകമ്പം ഉണ്ടായി എന്ന് പറയുന്നു. അത് ഭൂകമ്പമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള പണിയാണോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഈ പാകിസ്ഥാനിലും ഈ അണുവികിരണം നടക്കുന്നതിന് 2 ദിവസം മുൻപ് വലിയ രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 5.7 ഒക്കെയാണ് രേഖപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. തുർക്കിയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ പണി കൊടുക്കുന്നത് ഏത് രീതിയിലാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് മാത്രമല്ല, അവിടെ ഇപ്പം ഈ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുമായി ഒരു അനുനയ നീക്കത്തിലൂടെ ഇത്തരത്തിൽ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലൊക്കെ ഒരുപാട് അവർ ആഭ്യന്തര കലാപം രൂക്ഷമായി, സാധനങ്ങൾക്ക് വില കൂടുന്നു, അവിടെ മരുന്നുകൾ കിട്ടാനില്ല. അങ്ങനെ എല്ലാ വിധത്തിലും പാകിസ്ഥാൻ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. യുദ്ധക്കെടുതികൾ മൂലമുണ്ടാക്കിയ ഇതാണ് എന്ന രീതിയിൽ അവിടെയുള്ള ജനങ്ങൾ ഈ ഭരണാധികാരികൾക്കെതിരെ തിരിയുന്ന അവസ്ഥ പോലും എത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാൻ നമുക്കിപ്പോൾ എന്താ പറയുക, ഇവർ കുറെ ഈ തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ. പക്ഷെ അതിലൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി മുട്ടി നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനെ കൈവിട്ടു. കാരണം ഭീകരതയെ വളർത്തിക്കൊണ്ടിരുന്നാൽ ഒരു രാജ്യത്തിന് വികസനമില്ല എന്ന് എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായെന്നുള്ള ഫ്രാൻസ്, റഷ്യ, ഇസ്രായേൽ, ഡച്ച്, തായ്വാൻ, തായ്ലൻഡ്, പിന്നെ മാലിദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മാത്രമല്ല സൗദി, UAE, അങ്ങനെയുള്ള പിന്നെ ഖത്തർ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങളെല്ലാം എന്താ പറയുക, ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾ തീവ്രവാദത്തെ വളർത്തുന്നില്ല എന്ന് അവർ ഉറച്ച തീരുമാനമെടുക്കുന്നു. തീവ്രവാദികളെ വളർത്തുന്ന രാജ്യവുമായി ഞങ്ങൾക്കൊരു പിന്നെ എന്താ പറയുക ബന്ധവും വേണ്ട എന്ന് ഞങ്ങൾ പാകിസ്ഥാൻ അല്ല മറ്റു രാജ്യങ്ങൾ പറയുന്നു. മാത്രമല്ല ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും ഇന്ത്യ പാകിസ്ഥാനെതിരെ മോശമായ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ 26 പേരുടെ ജീവൻ എടുത്തിട്ടും ഇന്ത്യ അപ്പോഴും പാകിസ്ഥാനെതിരെ, UN-ൽ പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് ഇന്ത്യ അത്ര ദേഷ്യത്തോടെ ഇന്ത്യ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളെ ഭീകരവാദത്തിന്റെ പേരിൽ അത്ര ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് അത്രയും വലിയ ക്ഷോഭപരമായി ഇന്ത്യ പ്രതികരിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരിടത്ത് പോലും പാകിസ്ഥാനെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം എന്ന് പറയുന്നത്. ആ പോരാട്ടം വിജയം കാണുന്നത് വരെ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ലോകത്തിന്റെ സംശയം, ഇന്ത്യ കിർനാക്കുന്നിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചോ? അത് ഇന്ത്യ പറയുന്നിടത്തോളം കാലം നമുക്കത് വിശ്വസിക്കാതിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.